ദേ ഇത് കൊടുക്കാൻ മോൻ മറക്കല്ലേ. മോനെ, അമ്മ പോയി ചായ എടുത്തോണ്ട് വരാം. എന്താ അമ്മേ? എന്താ അമ്മ അമ്മയ്ക്ക് പറ്റിയേ? അമ്മ ഇപ്പൊ ഏതു നേരം എന്നെ കാണുമ്പോ കരയാണല്ലോ. അപകടം ഉണ്ടായ ശേഷം അരയ്ക്ക് താഴോട്ട് തളർന്ന മോനെ എനിക്ക് നന്നായിട്ട് നോക്കാമായിരുന്നു. അവിടെ എന്റെ ആങ്ങളെന്ന് പറയുന്നവൻ എന്നെ വഴി തിരിച്ചു വിട്ടു. മോനെ ചികിത്സിച്ച തോമസ് സാറ് പറഞ്ഞത് 100% സത്യവാ. മോന് തന്ന മരുന്ന് മാറ്റിയത് മാമേട്ടന്റെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെയാ. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അമ്മേ? എനിക്കതൊക്കെ അറിയാലോ. എന്നാലും ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ എത്രയോ നാള് മുമ്പേ എഴുന്നേറ്റ് നടക്കേണ്ടതായിരുന്നു. ആ സമയത്ത് വിശ്വേട്ടനെ പോലും ഞാൻ ഓർത്തില്ല. അത്രയ്ക്ക് എന്റെ മനസ്സിനെ മാറ്റിയെടുത്ത് കളഞ്ഞു. അമ്മ ചെയ്ത തെറ്റിനെ കുറിച്ച് അമ്മയ്ക്ക് നല്ല ബോധമുണ്ട്, അതിൽ കുറ്റബോധമുണ്ട്. അത് മതിയമ്മേ. ചെയ്തു പോയ തെറ്റുകൾ നമുക്ക് മറക്കാം, പക്ഷേ അത് ആവർത്തിക്കുന്നത് സഹിക്കാൻ പറ്റാത്തെ. മോനെ, ഇനി ഒന്നിനും ഞാനില്ല. ദൈവത്തെ മുറുകെ പിടിച്ച് എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് ജീവിച്ചു തീർക്കണം. അതിനപ്പുറം എനിക്കിനി ഒരാഗ്രഹവും ഇല്ല മോനെ. ഇന്ന് കണ്ണൻ സാറിന്റെ കുഞ്ഞിന്റെ നൂലുകെട്ട. ആ നൂലുകെട്ട് നടക്കുന്ന സമയത്തും ആ ചടങ്ങ് മുടക്കാൻ പലരും വന്നെന്ന് വരാം. അതുകൊണ്ട് നമുക്കിന്ന് നല്ലൊരു പ്രാർത്ഥന നടത്തണം. ഞാനും അതിന് തന്നെ വന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എത്ര കിട്ടിയിട്ടും പഠിക്കാത്ത കുറെ ആൾക്കാരാ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ബന്ധുക്കൾ. അമ്മയൊന്ന് പറഞ്ഞാ മതി, എന്നേക്കുമായി അവരുടെ ശല്യം ഞാൻ ഒഴിവാക്കാം. ആരെയും കൊല്ലണ്ട മാർക്കോ. അങ്ങനെ പെട്ടെന്ന് പോകേണ്ടവരല്ല അവരൊന്നും. ജീവിതം തീരാറായ ഒരുത്തിയുണ്ടല്ലോ, കരുണയുടെ മുത്തശ്ശി. അവള് പോലും പാഠം പഠിക്കുന്നില്ല. അപ്പോ അവളുടെ അവസാന കാലവും ദയനീയമായിട്ടേ കടന്നു പോകൂ. അല്ല, ഇന്ന് നൂലുകെട്ട് അലമ്പാക്കാൻ ആരെങ്കിലും ശ്രമിക്കാമേ? നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നേന്ന്. നീ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നോ മാർക്കോ? പിന്നെ 1-2 തവണ കണ്ടു. നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ, കണ്ണൻ സാറിനെ പോലെ തന്നെ. ആ കുഞ്ഞിന്റെ ദേഹത്ത് മറുകൊന്നുമില്ലേ? ആ, അതാ ഞാൻ പറയാൻ വന്നത്. കഴുത്തിലൊരു മറുകുണ്ട്,
ഒരു ചെറിയ മറുക്. അത് ചെറിയ മറുകല്ല മോനെ. വളർന്നു വരുംതോറും ആ കറുപ്പുണ്ടല്ലോ, അത് കഴുത്തിലാകെ പടരും. കഴുത്തിൽ കറുപ്പുള്ള സുന്ദരി, അത് തന്നെ ആ മോളുടെ അടയാളം. ആ കുഞ്ഞിന് എന്താ പേരിടുന്നറിയില്ല. പേരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനമ്മ പ്രസവശേഷം മഹാലക്ഷ്മിയെ കണ്ടായിരുന്നോ? എനിക്കങ്ങനെ കാണേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ല, പിന്നെങ്ങനെ പേര് പറഞ്ഞു കൊടുത്ത്? അതൊക്കെ ഉണ്ട്. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിന്നെ നേരിൽ കാണുമ്പോ മഹാലക്ഷ്മിയോ കണ്ണനോ പറഞ്ഞു തരൂ. 28 കെട്ട് കഴിഞ്ഞ കണ്ണൻ സാറിന്റെ വീട്ടിലേക്ക് ചിലപ്പോ അമ്മയും കുഞ്ഞും പോകാൻ സാധ്യതയുണ്ട്. മഹാലക്ഷ്മിയുടെ അമ്മായിയമ്മ ഇപ്പോ നല്ലവളായില്ലേ? ഓന്തിന്റെ ഇനങ്ങളാ അമ്മേ. അതുകൊണ്ട് എപ്പോഴാ തിരിഞ്ഞു കൊത്തെന്ന് പറയാൻ പറ്റില്ല. അവരിനി തിരിഞ്ഞു കൊത്തില്ല മോനെ. അവരുടെ മാറ്റം ശരിയായ മാറ്റം തന്നെയാ. മോൻ സംശയിക്കണ്ട. പിന്നെ മോൻ കാല് തല്ലി ഓടിച്ചവനെയും അവന്റെ ഭാര്യയെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാ ആ പ്രതാപനും അവന്റെ അമ്മയും. അസുരന്മാര് രണ്ടുപേരും ഇപ്പൊ പുറത്താ. ഇനി കേസും വാദമൊക്കെ നടന്നു കഴിഞ്ഞാ വീണ്ടും ജയിലിലേക്ക് പോവും. അതിനു മുമ്പ് രണ്ടിനും ഒരിക്കൽ കൂടി കർക്കിടക ചികിത്സ നടത്തണമെന്നുണ്ട്. എന്താന്ന് വെച്ചാ മോൻ ചെയ്തോ. മോനെ, നീ ഒരു ഭയമായിട്ട് അവരുടെയൊക്കെ ഉള്ളിൽ നിൽക്കുക. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോഴും അവരെ പേടിപ്പിക്കുന്നത് മോന്റെ മുഖം തന്നെയാ. എന്നാ പിന്നെ ഞാൻ പൂജയ്ക്കുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കട്ടെ. ഓ ശരി അമ്മേ. വാ. ആഹാ, നൂലുകെട്ടിനായിട്ട് വീട് ഒരുങ്ങിയല്ലോ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നലെ കണ്ണനുണ്ടായിരുന്നു ഇവിടെ സഹായിക്കാൻ. കണ്ണേട്ടൻ എന്തിനാ വീട്ടിലോട്ട് വിട്ടത്? ഇവിടെ നിർത്തിയാ പോരായിരുന്നോ? ഞങ്ങള് പറഞ്ഞതാ മഞ്ജു. എന്നിട്ടും അമ്മയെ കൂട്ടിക്കൊണ്ടുവരണമെന്നും പറഞ്ഞ് പോയതാ. അവരെന്തിനാ കൂട്ടിക്കൊണ്ടുവരുന്നേ? നൂലുകെട്ടിന്റെ സന്തോഷം കളയാനോ? അവർക്ക് സാഹചര്യം അറിയാമെങ്കിൽ വരാതിരിക്കാനേ ശ്രമിക്കൂ. എന്നാ മുഖം നോക്കാതെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അവിടെ പിന്നെ അമ്മയാണെന്ന് പോലും ഞാൻ നോക്കില്ല. ലക്ഷ്മി മാഡത്തിന്റെ അമ്മ വന്നോ? ഇല്ല, ഉടനെ എത്തും. ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചതാ 2 ദിവസം മുൻപേ ഇവിടെ വന്ന് നിൽക്കാൻ. പക്ഷേ അമ്മയ്ക്കൊരു സങ്കോചം പോലെ. ഏട്ടത്തിയുടെ അമ്മയല്ലേ, അതുകൊണ്ട് മറ്റുള്ളവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുതെന്നേ അമ്മ കരുതു. ഇന്ന് നൂലുകെട്ടായിട്ട് പ്രതാപനും വാമദേവനും ഒക്കെ എന്തെങ്കിലും ബോംബ് കരുതി വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. കരുതി വെച്ചോട്ടെ, അതൊക്കെ അവന്റെ കാൽച്ചൂട്ടി കിടന്ന് പൊട്ടത്തേ ഉള്ളൂ. മാർക്കോ രണ്ടിനും ആചാരവെടിയെന്നോണം കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുത്തന്റെ കാലം തല്ലി ഒടിച്ചിട്ടിരിക്കുകയാണല്ലോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്റെ ഏട്ടനെ. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പോലും എങ്ങനെ നമ്മളെയൊക്കെ തകർക്കണമെന്നേ അയാൾ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നൂലുകെട്ട് കഴിഞ്ഞും ഏട്ടത്തെയും കുഞ്ഞിനെ അങ്ങോട്ട് വിടണ്ടാന്ന്. അത് ഞങ്ങളും പറയുന്നുണ്ട്. ഇനി എന്താ കണ്ണേട്ടന്റെ മഹിയുടെ തീരുമാനമൊന്നും അറിയില്ല. ഞാൻ നേട്ടത്തെ കാണട്ടെ. അല്ല, ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് കണ്ണൻ സാറ് ലക്ഷ്മി മേഡവും കുഞ്ഞുമായിട്ട് കമലേശ്വരത്തേക്ക് പടി കടന്ന് ചെല്ലുന്നത് കരുണയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മകളുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ എന്തൊക്കെ കുരുക്കുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാനത് മാർക്കയോട് സൂചിപ്പിച്ചിട്ടുണ്ട്.
അപ്പച്ചിയുടെ വാവക്കുട്ടി എവിടെ? ഓ അച്ചൂടാ, ചാച്ചുറങ്ങാണോടാ സുന്ദരി. അച്ചോ, നീ വന്നോ മഞ്ജു? രാവിലെ സുന്ദരിക്കുട്ടി കുളിപ്പിച്ചോ? ഹോം നേഴ്സ് വരുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യമായ പണിയൊന്നുമില്ല. എല്ലാം ലേഖ തന്നെയാ ചെയ്യുന്നത്. ഓ, കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ലേഖ തന്നെയാ. കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ ലേഖിച്ചിക്ക് പരിചയമുണ്ടോ? അത് പിന്നെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കണം, കുഞ്ഞിനെ എങ്ങനെ നോക്കണം, എന്തൊക്കെ ഭക്ഷണം ഏതേത് ഘട്ടങ്ങളിലൊക്കെ കൊടുക്കണം, ഇതെല്ലാം ലേഖ പഠിച്ച് മനപ്പാടമാക്കി വെച്ചിരിക്കുക. എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു 5 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിട്ട്. അതിനുശേഷം എനിക്കല്ലെങ്കിലും ഒരു കുഞ്ഞ് പറക്കുന്നത്. നിനക്കറിയാലോ മഞ്ജു, ഞങ്ങള് നാട്ടിൽ വരുമ്പോഴെല്ലാം കണ്ണേട്ടൻ പറയാറുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ. അന്നതിന് സമ്മതിക്കാതിരുന്നത് ഞാനാ. അതുകൊണ്ട് ഇപ്പൊ പ്രയോജനം ഉണ്ടായില്ലേ. മഹി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് തന്നെ വെച്ച് തന്നില്ലേ. മോൾക്കിപ്പോ ഞങ്ങള് 2 അമ്മമാരാണല്ലോ. അല്ല, നിനക്കെങ്ങനെയുണ്ട് മഞ്ജു? സുഖല്ലേ? ഒരു കുഴപ്പമില്ല. പിന്നെ സാഗരേട്ടൻ പഴയ ആളൊന്നും അല്ല എടുത്തി, എന്റെ പിന്നാലെ തന്നെയുണ്ട് ഏത് നേരവും. ആ, സാഗറിനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കൊണ്ടുവരണമെന്ന് കണ്ണേട്ടൻ തീരുമാനിച്ചിരിക്കുക. തോമസ് സാർ ഒന്ന് സമ്മതം മൂളിയാ മതി. നിനക്ക് കൂട്ടായിട്ട് അവിടെയും സാഗർ ഉണ്ടാവും. അങ്ങനെ സാഗരേട്ടനും കൂടെ എനിക്കൊപ്പം വന്നാ എന്റെ വീട്ടില് ചിലരെയൊക്കെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് എന്റെ ചെറിയേട്ടനെ. അവൻ വേണ്ടാത്ത പണി കാണിച്ചതുകൊണ്ടാ അവന് മാസാമാസം കിട്ടുന്ന ശമ്പളം പോലും നഷ്ടപ്പെട്ടത്. എങ്കിലും ഇപ്പൊ കണ്ണേട്ടൻ തന്നെ വീട് നോക്കുന്നത് കൊണ്ട് ചെലവൊന്നുമില്ല പ്രത്യേകിച്ച്. അതും കൂടി ഇല്ലാതാവും ഇനി അവൻ പഴയപടി നടന്നോ. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് ഏട്ടത്തി. ഏട്ടത്തിയും കൂടെ ബോൾഡായിട്ട് നിന്നു കഴിഞ്ഞാ കണ്ണേട്ടൻ പിന്നെ മറിച്ച് ചിന്തിക്കില്ല. ഉണ്ണിക്കേ, അവന് വേണ്ടി ഏട്ടനും ഏട്ടത്തെയും മാറ്റി വെച്ചിരിക്കുന്ന വിഹിതം മാത്രം പോരാ, മൊത്തം അവന് ഒറ്റയ്ക്ക് വിഴുങ്ങണം. അതുകൊണ്ടാ കൊടുക്കുന്നതിലൊന്നും അവന് തൃപ്തി വരാത്തത്. കുഞ്ഞൊന്ന് നടന്നു തുടങ്ങുന്നത് വരെ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണ്ണേട്ടന്റെ കുടുംബത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോണ്ടാന്നു. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ചേച്ചിക്ക് ഒരു താല്പര്യമില്ല അല്ലേ? സാരമില്ല ചേച്ചി, ഏട്ടനും ഏട്ടത്തെയും ഫിനാൻസിലേക്ക് പോയി കഴിഞ്ഞാലേ ചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ടേ 2 ആളും പോവും. അതൊക്കെ ഞങ്ങള് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാ. ലേഖയും അനന്തേട്ടനും കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ച അവരുടെ മുന്നിൽ അപ്പ കുഞ്ഞുണ്ടാവും. അല്ല, മോള് ഒരുക്കണ്ടേ? ആ വേണം വേണം, ഉടുപ്പിട്ട് ഇങ്ങോട്ട് കിടത്തിയതേ ഉള്ളൂ. ഉറക്കായതുകൊണ്ട് ഒരുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഓ, അതൊക്കെ മഞ്ജു എടുത്തോ. ഇനി കുഞ്ഞിനെ എടുക്കാനൊക്കെ പഠിക്കണ്ടേ? അതെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങ. ഓ, കയ്യിലൊരു സ്വർണത്തിന്റെ കവറും ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. കണ്ണനും ലക്ഷ്മിയും കൂടെ എനിക്ക് ഓരോ വിശേഷ ദിവസങ്ങളിലും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിലും അത് തന്നെ തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല. അതുകൊണ്ട് എന്റെ പഴയ ഉരുപ്പടികളൊക്കെ കൊടുത്ത് കുഞ്ഞിന് കുറച്ച് സ്വർണം വാങ്ങി. നിനക്ക് വാങ്ങാമല്ലോ, നീ ഇപ്പൊ കോടീശ്വരിയായ മകളുടെ അമ്മയല്ലേ. അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല. എന്റെ മക്കൾ എത്ര വലിയവരായാലും അവരെന്റെ പഴയ ലക്ഷ്മിയും കരുണയും തന്നെയാ. അതിനകത്ത് 2ാമത് പറഞ്ഞൊരു പേരുണ്ടല്ലോ, അതങ്ങ് വെട്ടിയേക്ക്. അങ്ങനെ ഒരു മോള് നിനക്കില്ല. ഇല്ലാതാക്കിയതേ നിങ്ങൾ രണ്ടുപേരും കൂടിയാ. കരുണയെ കൊണ്ട് എന്നെ വെറുപ്പിക്കാനല്ലാതെ
സ്നേഹിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ കുഞ്ഞെ അമ്മയാവാൻ തയ്യാറാവുക. അവക്കിതിരി പലഹാരം പോലും ഉണ്ടാക്കി കൊടുക്കാൻ ഇവളെ കൊണ്ട് പറ്റുന്നില്ല. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? അവൾ ഇവിടെ വന്നപ്പോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് പോകാൻ ഞാൻ അവളോട് പറഞ്ഞതാ. അമ്മയുണ്ടാക്കുന്ന പലഹാരങ്ങളോട് അവൾക്ക് വിശ്വാസമില്ല. മുത്തശ്ശി ഉണ്ടാക്കുന്നത് മതിയെന്ന്. ഡേ, സ്വന്തമായിട്ടൊരു സ്വർണ്ണക്കടയുള്ളവനാ കണ്ണൻ. അവന്റെ കൊച്ചിന് നീ കൊണ്ട് കൊടുത്തിട്ട് വേണ്ട സ്വർണ്ണം ഇടാൻ. എന്നിട്ടും സ്വർണത്തിന് ഇത്രയും തീ പിടിച്ച വിലയുള്ള സമയത്ത് ആ വലിയ വില കൊടുത്ത് സ്വർണം വാങ്ങിച്ചോണ്ട് പോവല്ലേ നീ? ഞാൻ കൊണ്ടുപോകുന്നതിന്റെ 10 ഇരട്ടി സ്വർണം കണ്ണനും ലക്ഷ്മിയും കൂടി എനിക്ക് തന്നിട്ടുണ്ട്. എടേ, അതൊക്കെ നീ നാളെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവരത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടല്ല തരുന്നത്. അതെ, നീ കൂടുതലൊന്നും പറയണ്ടേ. അവൾ ഒരുങ്ങിച്ചമിച്ച് പോവാ. ഇപ്പൊ അമ്മയും മോളെയും കണ്ടാ ചേച്ചി അനിയത്തിയാണെന്നേ പറയൂ. ഞാനിപ്പോ ജയിൽ പുള്ളിയൊക്കെ ആയതുകൊണ്ട് മരുമോൻ ചിലപ്പോ പറയുമായിരിക്കും, അമ്മയ്ക്ക് രണ്ടാമത് ഒന്നുകൂടെ കെട്ടിക്കൂടെയെന്ന്. അല്ല, ഒരാള് നിനക്കും വേണമല്ലോ. ആ കേട്ട എങ്ങനെയാടാ 2ാം കേട്ടാകുന്നേ? അത് 3ാം കേട്ടല്ലേ. ഒന്നി പഴിച്ചാ 3 അതോടെ ചിലപ്പോ ഇവിടെ കെട്ട് നിർത്തുമായിരിക്കും. അയ്യോ, 2ാമത് കെട്ടിയത് തന്നെ ദുരന്തമാണെന്ന് ചിന്തിക്കുന്ന ആളാ ഞാൻ. പിന്നെയല്ലേ 3ാമത്. അതും എന്റെ ബന്ധുക്കളെല്ലാം കൂടെ എന്നെ കൊണ്ട് ചെയ്യിച്ച ചതിയ. അതിനുശേഷം എന്റെ ലക്ഷ്മി മോളുടെ കണ്ണീര് തോരുന്നത് അവള് കണ്ണനെ കല്യാണം കഴിച്ചതിന് ശേഷം. എന്നിട്ടും നിർത്തിയോ? ഇപ്പോഴും പിന്നാലെ നടന്ന് എല്ലാവരും കൂടി അവളെ ശല്യം ചെയ്യല്ലേ. പിന്നെ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട അമ്മയും മോനും. ലക്ഷ്മിയുടെ 2ാനച്ഛനാണെങ്കിലും മോളെ അച്ഛാന്നേ വിളിച്ചിട്ടുള്ളൂ. അപ്പോ ഈ ചടങ്ങിന് നിങ്ങൾ 2ആളും പങ്കെടുക്കേണ്ടതാ. പിന്നെ അവിടെ വന്നാലും ഈ ചടങ്ങ് എങ്ങനെ മുടക്കാന്നല്ലേ ചിന്തിക്കുള്ളൂ 2ആളും. ഇങ്ങനൊരു ചടങ്ങുണ്ടെന്ന് ഞങ്ങളോട് നിന്റെ മോളും മരുമോനും ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെ അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് 2ആൾക്കും പറ്റില്ല. പിന്നെ കൂടുതലൊന്നും പറയണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ലക്ഷ്മിയുടെ മോളുടെ നൂലുകെട്ടിന് പോവുകയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ കവളത്ത് പാടുമായിട്ട് നീ പോവും. ഇനി എന്റെ കവിളത്ത് നിങ്ങൾ പാടുണ്ടാക്കിയ ഞാനായിരിക്കില്ല അതിന് മറുപടി പറയുന്നത്. അതും കൂടി ഓർത്തോ. ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ അവളൊന്ന് പിടിച്ച് തള്ളിയ നീ മുതുകിടിച്ചു വീഴും. അതിന്റെ കൂടെ അവളുടെ കവിളത്തെ പാട് കണ്ടിട്ട് ആ മാർക്കോ എങ്ങനെ ഇവിടെ വന്ന പിന്നെ നീ അന്തരീക്ഷത്തിലായിരിക്കും പ്രതാപ. അതുകൊണ്ട് നമുക്കിനി വെല്ലുവിളി ഒന്നും വേണ്ട മോനെ. തടി കേടാകാതെ ആ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും തല്ലുവോ കൊല്ലുവോ ഒക്കെ ചെയ്യാം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് വിശ്വനാഥന്റെ പ്രേതത്തെയൊന്നുമല്ല, അവനെ ആ മാർക്കോയെ. ഉറങ്ങിയോ? നൂലുകെട്ട് കഴിഞ്ഞാ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചു ദിവസം കഴിയുമ്പോ മോളെ അങ്ങ് കൊണ്ടുപോയില്ല അനന്തോട്ടാ. നീ എന്തിനല്ലേക്കെ എപ്പോഴും ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്? സത്യം പറയാലോ, ഇവിടെ വന്ന ശേഷം പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് ഈ കുഞ്ഞ് ജനിച്ച ശേഷം നമുക്കിവിടെ എത്തിയാൽ മതിയായിരുന്നു. അതായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും ഫീലിങ്സ് ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ കുഞ്ഞമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ മുതൽ മഹിയെ നോക്കിയത് നീയാ. ശരിക്കും പറഞ്ഞാൽ 2ആളും ഒരേ സമയത്ത് അമ്മയായെന്ന് പറയാം. എല്ലാവർക്കും അങ്ങനൊരു ഭാഗ്യം ഉണ്ടായല്ലോ. പക്ഷെ നമുക്ക് മാത്രം.
കാരണവരെത്തി, കുഞ്ഞിന്റെ അച്ഛൻ. സാഗർത്തിയ മഞ്ജു എവിടെ? അകത്ത് മേഡമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരാ ഈ വന്നിരിക്കുന്നേ? മോളുടെ അച്ഛനല്ലേ? മോളുടെ അച്ഛൻ വന്നു. കയ്യിൽ വലിയൊരു പൊതിയുടെ ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോടാ. കുഞ്ഞിന് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എടാ ഞാനാടാ കുഞ്ഞിന്റെ അച്ഛൻ. അപ്പൊ മോക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ടേ? ആ, അങ്ങനെ അച്ഛനെന്നുള്ള അവകാശമൊന്നും വേണ്ട. കുഞ്ഞിനെ 2 അച്ഛന്മാരും 2 അമ്മമാരും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയിൽ തന്നെ ജീവിക്കുന്നത്. ഇനി ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ കുഞ്ഞ കണ്ണേട്ടാ. അപ്പൊ ഞങ്ങൾക്കൊരു മോള് ജനിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കില്ലായിരുന്നോ? എന്ന് ചോദിച്ചാ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോഴാ ജീവിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടായേ.